കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ഈ മൗനപ്രചാരണത്തിന് ദിനം പോളിംഗ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്യുന്ന ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? അതേ സ്കെയിൻ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് ഇപ്പോഴും സജീവമായി തന്നെ നടക്കുന്നു. 14 കേന്ദ്രങ്ങളിലായിട്ടാണ് കൊച്ചിയിൽ തന്നെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇന്ന് നിശബ്ദ പ്രചാരണ ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി ഫോൺ വിളിച്ചും അടുത്തുള്ള ആളുകളെയൊക്കെ കണ്ടും പരമാവധി വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് എന്ന് തന്നെ പറയാം. അവർ നെഞ്ചെടുപ്പേറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. നാളെ രാവിലെ മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കുകയായി. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടങ്ങളുടെയും ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുരോഗമിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നൊക്കെയുള്ള ഒരു കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മുന്നണികളെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ്. അത് സംബന്ധിച്ച് ഇപ്പോൾ മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മധ്യ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഒരു വോട്ട് ഷെയറും ഒപ്പം തന്നെ സീറ്റുകളും UDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വലിയ ഒരു തകർച്ച ഉണ്ടായതും മധ്യ കേരളത്തിൽ തന്നെയായിരുന്നു. നമുക്ക് തൃശൂർ മുതൽ കോട്ടയം വരെയുള്ള ഒരു ജില്ലകൾ 5 ജില്ലകൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ 49 സീറ്റുകളാണുള്ളത്. ഈ 49 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം LDF-ന് വലിയ അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ഏകദേശം 35ഓളം സീറ്റുകൾ നേടാൻ അന്ന് LDF-ന് സാധിച്ചു. തകർന്നടിഞ്ഞു UDF. 15 സീറ്റിന്റെ അടുത്ത് മാത്രമാണ് അന്ന് ലഭിച്ചത്. അത് ഇപ്രാവശ്യം നേരെ തിരിയും എന്നുള്ള ഒരു പ്രതീക്ഷ UDF-നുണ്ട്. അതായത് ഒരു ജില്ല ഒരു സർക്കാർ വിരുദ്ധ ഒരു വികാരം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ 30ഓളം സീറ്റുകളാണ് ഇപ്രാവശ്യം UDF പ്രതീക്ഷിക്കുന്നത്. അത്രയും സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ സുഗമമായി തന്നെ ഭരണത്തിലേറാം എന്നുള്ളതാണ് UDF-ന്റെ ഒരു കണക്കുകൂട്ടലുള്ളത്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ തരംഗം കാണാനില്ല. അതുകൊണ്ട് തന്നെ ഒരു 7 സീറ്റുകൾക്കപ്പുറം കുറയില്ല. അതുകൊണ്ട് മധ്യ കേരളം ഒപ്പം നിൽക്കുമെന്ന് ഇപ്രാവശ്യം LDF-ഉം പ്രതീക്ഷിക്കുന്നു. BJP-യെ സംബന്ധിച്ച് അവർ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ഉന്നമിടുന്നത്. അത് തൃശ്ശൂരിലെ ഇപ്പോൾ പത്മജ വേണുഗോപാലിന്റെ ഉൾപ്പെടെയുള്ള വിജയമുണ്ടാവും. ഒപ്പം തന്നെ ത്രികോണം മത്സരം പരമാവധി സ്ഥലങ്ങളിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതും BJP-യുടെ ഒരു കണക്കുകൂട്ടലുണ്ട്. ഇപ്പോൾ ഈ G. സുധാകരൻ വിഷയമൊക്കെ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അത് CPM-ന് പ്രതിസന്ധിയായെങ്കിലും ഇപ്പോൾ അതൊരു കൊട്ടിക്കലാശ ദിവസങ്ങളിലേക്കൊക്കെ എത്തുന്നതോടുകൂടി അത് ഒരു തിരിച്ചടിയാവുകയില്ല. ഒപ്പം തന്നെ ആലപ്പുഴ കൂടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ LDF-ഉം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 മുന്നണികളും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് മധ്യ കേരളത്തിലും. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.